ദോശയ്ക്കും ഇഡ്ലിക്കും ഒപ്പം കഴിക്കാവുന്ന ഒരു തേങ്ങാ ചട്നിയാണ് ഇന്നുണ്ടാക്കിയത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിരകിയ തേങ്ങ 1 കപ്പാണ് എടുത്തത്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് സോക്ക് ചെയ്യണം. ഞാനിവിടെ 15 മിനിറ്റ് സോക്ക് ചെയ്തോളൂ. പൊട്ടുകടല ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ ചട്നിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. പൊട്ടുകടല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാതെ നേരിട്ട് അരയ്ക്കുവാണെങ്കിൽ ചട്നിക്ക് ഒരു റോ ടേസ്റ്റ് ഫീൽ ചെയ്യും. മിക്സിയുടെ സെക്കൻഡ് ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇടാം. ചൂടുവെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം പൊട്ടുകടല മാത്രമായിട്ട് അതിലേക്ക് ഇടണം. പൊട്ടുകടല സാധാരണ ആരും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാറില്ല. ഇനി ചിരകിയ തേങ്ങ ഇടാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത്രയും വെള്ളം മതി, അല്ലെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. നല്ല മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്. അതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാറേ ഉള്ളൂ. ഇനി അത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ചട്നി താളിക്കാൻ ആവശ്യമായ വറവ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വറവ് ആ എണ്ണയോടുകൂടി ചട്നിയിലേക്ക് ഒഴിക്കണം. ചട്നിയിൽ വറവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചട്നി ചൂടാക്കുന്നില്ല. അതുകൊണ്ടാണ് റോ ടേസ്റ്റ് പോകാൻ വേണ്ടി പൊട്ടുകടല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.